ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടറ്റ് നവംബർ 2016 എക്സാമിനെ കുറിച്ചാണ്. അപ്പോൾ 2016 കേട്ടറ്റ് കാറ്റഗറി 3 ഹിന്ദിയിലെ 80 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: इनमें कौन सा अनुभाव के अंतर्गत नहीं आता? आंसर ग्लानि। और अगला प्रश्न यह है, महीब सिंह का संबंध किस कहानी आंदोलन से है? आंसर सचेतन कहानी। और अगला प्रश्न यह है, अग्र अर्ध समृद्ध स्वर इनमें कौन सा है? आंसर ऑप्शन ए। അടുത്ത क्वेश्चन, एप्पल ऑफ वंस आई मुहावरे का हिंदी अनुवाद क्या है? ആൻസർ ഹെ ആങ്കോं का तारा. ആപ്പിൾ ഓഫ് വൺസ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ആപ്പിൾ എന്നുള്ളത് എന്താണ്, സേബ് എന്നുള്ളതാണ് അതിൻ്റെ ഹിന്ദി മീനിങ്. അപ്പോൾ ചില സമയത്ത് നമ്മളത് തെറ്റ് മാർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കണം, ആങ്കോं का तारा എന്നുള്ളതാണ് ആപ്പിൾ ഓഫ് വൺസ് ഐ എന്നുള്ളതിൻ്റെ ശരിയായ അർത്ഥം. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഏക് ബൂന്ത് സഹസാ ഉച്ചരി കിസ് വിധ की രചന है? आंसर है यात्रा विवरण. और अगला प्रश्न आप देखिए, तुलसीदास ने रामचरित मानस की रचना किस पद्धति पर की? आंसर दोहा चौपाई पद्धति. और अगला प्रश्न आप देखिए, सर्प शब्द में अर्थ परिवर्तन की कौन सी दिशा है? आंसर ऑप्शन ए अर्थ संकोच. उच्चारण का संधि विच्छेद होगा. ऑप्शन सी उत प्लस चारण. बीजाक्षर किसका काव्य संग्रह है? अनामिका. ऑप्शन बी अनामिका ആണ് ആൻസർ. सूर साहित्य नवमूल्यांकन किसके द्वारा रचित समीक्षा ग्रंथ है? आंसर ऑप्शन डी चंद्रभान റാവത്ത്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. अपनी खबर का रचयिता कौन है? आंसर ऑप्शन डी बेचन शर्मा उग्र. और अगला प्रश्न, स्त्री का हृदय किसका चर्चित एकांगी है? ऑप्शन बी उदय शंकर भट्ट. ചോദ്യം, साहित्य शब्द का प्रथम प्रयोग किस आचार्य ने किया? ऑप्शन सी भर्तृहरि. अगला प्रश्न, संस्कृत किस प्रकार की भाषा है? आंसर है ऑप्शन सी श्लिष्ट योगात्मक. अगला प्रश्न, शारदा घर गई है कौन सा काल है? കഴിഞ്ഞ തവണ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ ഏതെങ്കിലും ഒരു കാല് തന്നിട്ട് അത് ഏതാണ് കാലം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആസന്ന ഭൂതകാലമാണ് അല്ലേ. അപ്പോൾ അടുത്ത പൂർണ്ണ ഭൂതകാലമാകുമ്പം ഈ സെയിം സെൻറ്റൻസ് എങ്ങനെ മാറും? ശാരദ ഖർ ഗയി ഥി എന്നാവും അല്ലേ. അപ്പോൾ സാമാന്യ ഭൂതകാലം എങ്ങനെ വരും? ശാരദ ഖർ ഗയി എന്നാണ് വരിക. അപൂർണ ഭൂതകാലമാകുമ്പോൾ എങ്ങനെ വരും? ശാരദ ഖർ ജാ രഹി ഥി അല്ലേ, അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ചോദ്യം ഇതാണ്, ഹിന്ദി കിസ് ഭാഷ കാ ശബ്ദ ഹെ? ആൻസർ ഓപ്ഷൻ എ ഫാർസി. അടുത്തത്, മനു കിസ് വിധ കി രചന ഹെ? ആൻസർ ഓപ്ഷൻ എ നാടക്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഫിലോസഫി ഓഫ് ദ സ്പിരിറ്റ് കിസ്കി കൃതി ഹെ? ഓപ്ഷൻ ഡി ക്രോച്ചെ. അടുത്ത ചോദ്യം, ഇൻമേ കോൺ സാ ജോഡ ടീക്ക് നഹി ഹെ? അതിൽ ബാക്കി എല്ലാം നിരാല നിരുപമ, നിരാലയുടെ കൃതിയാണ് നിരുപമ. അതുപോലെ വൃന്ദാവൻ ലാലിൻ്റെ വർമ്മയുടെ കൃതി പ്രത്യാഗത്, ബേച്ചൻ ശർമ്മ ഉഗ്രൻ്റെ കൃതിയാണ് ദില്ലി കഥലാള്. ഇതിൽ ചേരാത്തത് ആചാര്യ ജഗത്സേൻ ശാസ്ത്രി ഭിഖാരിണി എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ഏകാംഗി മേ സങ്കലൻ ത്രയ് കാ അർത്ഥ് ക്യാ ഹെ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി സ്ഥാൻ സമയ और कार्य का समन्वय. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്, कात्यायनी का प्रथम काव्य संग्रह कौन सा है? आंसर ऑप्शन डी सात भाइयों के बीच चंबा. അടുത്ത ചോദ്യം നോക്കാം. നരേഷ് മെഹ്ത को ज्ञानपीठ पुरस्कार किस वर्ष में प्राप्त हुआ? അല്ലേ, കഴിഞ്ഞ ചോദ്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ജ്ഞാനപീഠ പുരസ്കാരം 2013 ചോദിച്ചതെന്ന് തോന്നുന്നു അല്ലേ അതിൽ. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഇപ്പോൾ നരേഷ് മെഹ്തക്ക് ജ്ഞാനപീഠ പുരസ്കാരം എപ്പോഴും ലഭിച്ചു എന്നാണ്. അപ്പോൾ 1992. ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഏറ്റവും ലാസ്റ്റ് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്, അത് ഓർമ്മിച്ച് നോക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, ഇൻമേ സ്ത്രീലിംഗ ശബ്ദ കോൺ സാ ഹെ? ഓപ്ഷൻ സി ബസ് എന്നുള്ളതാണ്. കഴിഞ്ഞ ചോദ്യത്തിലും അല്ലേ 2019 ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിലും
ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഏതൊരു വേർഡ് തന്നിട്ട് ഏതാണ് സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ എന്നുള്ളത് അല്ലേ. അപ്പോൾ അടുത്ത ചോദ്യം, വീർ റസ് കാ സ്ഥായി ഭാവ് ക്യാ ഹെ അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഉത്സാഹ്. ഇതേ ഒരു ടൈപ്പ് കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്തത് നോക്കാം, വട്ട് നായകക്ക് ഭുക്തിവാദ്, മുക്തിവാദ് അല്ല ഭുക്തിവാദ്, ഭുക്തിവാദ് കാ മൂൽ ആധാർ ഇൻമേൻ സെ ക്യാ ഹെ. ആൻസർ ഓപ്ഷൻ ബി സാഖ്യ ദർശൻ. അടുത്ത ചോദ്യം നോക്കാം, കിസ്നെ ഖാസിരാം കോത്തുവാൾ കാ അനുവാദ് ഹിന്ദി മേ കിയ. ആൻസർ എ വസന്തദേവ്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, लाज गह्यौ बेकाज कद खेरी रहे खर जाही गोरसी चाहत किरत हौ गोरसी चाहत नाहिम इस दोहे में प्रयुक्त अलंकार. ऑप्शन सी यमग. അപ്പോൾ അടുത്ത ചോദ്യം, ब्रह्मपुत्र किस प्रकार का उपन्यास है. ऑप्शन ए ऐतिहासिक. അടുത്ത ചോദ്യം നോക്കാം, नए साहित्य का सौंदर्य शास्त्र का रचयिता कौन है അല്ലേ. ആൻസറായി വരുന്നത് ഓപ്ഷൻ ഡി മുക്തിബോധാണ്. അപ്പോൾ അടുത്ത ചോദ്യം, സിന്ധാ മുഹാവരിക്ക് ലേഖിക കോൺ ഹെ അല്ലെ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി നാസിര ശർമ്മ എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, തുർക്കി അറബി ഫാർസി और हिंदी का पर्याय कोश का लेखक कौन है. ആൻസർ വരുന്നത് അമീർ ഖുസ്രോ. അമീർ ഖുസ്രോവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കേട്ടറ്റിൽ വരും. ഈ ചോദ്യം പലപ്പോഴും HSST-യിലും അതുപോലെ കേട്ടറ്റിലും കണ്ടിട്ട് സെറ്റിലൊക്കെ ചോദിച്ച് കണ്ടൊരു ചോദ്യമാണിത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചോദ്യം നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, इनमें निपात अव्यय कौन सा है. ऑप्शन सी ही. അപ്പോൾ അടുത്ത ചോദ്യം, मैथिली भाषा में यात्री नाम से लिखने वाला कवि कौन है. आंसर ऑप्शन सी नागार्जुन. सारी बीच नारी है कि नारी बीच सारी है सारी ही की नारी है कि नारी की ही सारी है कौन सा अलंकार है. आंसर है ऑप्शन सी संदेह. और अगला प्रश्न आप देखिए, इनमें कौन सी युक्ति कबीर की नहीं है. ऑप्शन बी नर देही दीनी सुमिरन कौ മോ പാപി തൈം കച്ചുന സരി. അപ്പം ബാക്കി മൂന്നും എന്താണ്, കബീറിൻ്റെ ഉക്തിയാണ്. ഇത് കബീറിൻ്റെ ഉക്തിയല്ല. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, നിമ്നലിഖിത് മേം കോൺസാ സംഗ്രഹ് ഉദയപ്രകാശ് കാ നഹി ഹെ. ഏതാണ്. ഓപ്ഷൻ ബി സുബഹ് കാ ഫൂൽ. അപ്പോൾ ഈ നഹീഹെ എന്നുള്ള വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നഹീഹെ എന്നുള്ള വേർഡ് കൊടുക്കുന്നത്. നമ്മൾ തെറ്റാതിരിക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, किसने बोधा को खनानंद का गुडका कहा है. आंसर ऑप्शन बी दिनकर. അടുത്ത ചോദ്യം, ആധേ അധൂരെ നാടക പ്രകാശൻ വർഷ കോൺസാ ഹെ അല്ലേ. കഴിഞ്ഞ 2019 ചോദിച്ചത് ആധേ അധൂരെ നാടകത്തിൻ്റെ രചനാകാർ ആരാന്ന് വെച്ചാൽ മോഹൻ രാകേഷ് എന്നൊന്നും ഉത്തരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രകാശൻ വർഷം എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ 1969 രണ്ടി. അപ്പോൾ അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാം, राष्ट्रीय हिंदी विश्वविद्यालय का प्रथम कुलपति कौन है. ऑप्शन सी अशोक वाजपेयी. इनमें शुद्ध वाक्य कौन सा है. नई गाय कितना दूध देती है അല്ലേ. അതിൽ ഈ ദൂത് എന്നുള്ളത് എന്താണ്, ഇത് ലിംഗാന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. ഗായ് എന്നുള്ളത് ഇത് ലിംഗാന്നൊക്കെ അതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് ശുദ്ധവാക്യ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, केरल में प्रकाशित प्रथम हिंदी बाल कथा ग्रंथ होनहार बालक और अन्य कहानियों का रचयिता कौन है. ऑप्शन ए ഡോക്ടർ NE വിശ്വനാഥ് അയ്യർ. അപ്പോൾ കേരളത്തിലെ ഹിന്ദി സാഹിത്യത്തിനെ കുറിച്ചും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്, പ്രതിദിന്മേം കോൺസാ സമാസ് ഹെ. ആൻസർ വരുന്ന ഓപ്ഷൻ എ അവ്യയി ഭാവ്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, उड़ गई चिड़िया कांबी फिर थिर हो गई पति किसकी पंक्ति है. ऑप्शन सी अज्ञेय. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം, इनमें नामवर सिंह की पत्रिका कौन सी है. आंसर ऑप्शन बी ആലോചന. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, ലഹന്ത കിസ് അപഭ്രംശ സെ വികസിത് ഹുയി ഹെ. ഓപ്ഷൻ ഡി കേകെ. ഇതാണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, अरस्तु की राय में त्रासदी में कितने तत्व होने चाहिए. അതിൻ്റെ ആൻസർ വരുന്നത് എ 6 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം,
അടുത്ത ചോദ്യം ഇതാണ്. രഘുവീർ സഹായ് കിസ് സപ്തക് കാ കവി ഹെ? ആൻസർ ദൂസരാ സപ്തക് അല്ലേ. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതുപോലൊരു സപ്തക് അല്ലെ കവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സപ്തക് 4 ഉണ്ട് അല്ലേ. താര സപ്തക്, ദൂസര സപ്തക്, തീസര സപ്തക്, ചൗദ സപ്തക്. അപ്പോൾ ഇത് 4 ഉൾപ്പെടുന്ന കവികളുടെ പേര് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം, സ്ത്രീ പക്ഷ് കിസ്ക ഉപന്യാസ് ഹെ? ഓപ്ഷൻ എ പ്രഭാ ഖേത്താൻ. അടുത്ത ചോദ്യത്തിലേക്ക് കാണാം. നിമ്ന രചനാओं को കാലക്രമാനുസാർ വ്യവസ്ഥിത് കീജിയെ. ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. രാമഗുപ്ത് കിസ് നാടക കാ പാത്ര ഹെ? ഓപ്ഷൻ ബി ധ്രുവസ്വാമിനി. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. संसार में सर्वप्रथम मुक्त विश्वविद्यालय की स्थापना किस देश में हुई थी? ആൻസർ ഓപ്ഷൻ ബി UK. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അടുത്ത ചോദ്യം, सीखना विकास की प्रक्रिया है, ये कथन किसका है? आंसर ऑप्शन ए वुडवर्थ. അടുത്ത ചോദ്യം, सामाजिक परिवर्तन का क्या अर्थ है? ആൻസർ ഓപ്ഷൻ എ सामाजिक गतिशीलता. അടുത്ത ചോദ്യം നോക്കാം. निम्नलिखित में से कौन सी दार्शनिक विचारधारा सामाजिक सहभागिता के साथ छात्रों की क्षमताओं, रुचियों तथा आदतों का एकीकरण करती है? आंसर വരുന്നത് ഓപ്ഷൻ എ പ്രയോജനവാദ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. परामर्श किस प्रकार की प्रक्रिया है? आंसर ऑप्शन ए व्यक्ति के गुण अनुसार उसे मार्ग दिखाना. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. विश्वविद्यालय अनुदान आयोग का प्रथम अध्यक्ष कौन था? ऑप्शन सी പ്രൊഫസർ SS ഭട്നാഗർ. അപ്പോൾ അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. യഥാർത്ഥവാദ് കെ ലിയെ അന്തിം സത്ത ക്യാ ഹെ? ആൻസർ ഓപ്ഷൻ ഡി വസ്തുനിഷ്ഠ ജഗത്. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. अंतरराष्ट्रीय शिक्षा योजना प्रतिष्ठान कहाँ पर है? आंसर ऑप्शन बी पेरिस. അടുത്ത ചോദ്യം നോക്കാം. शिक्षा अधिकार अधिनियम को भारत में कब लागू किया गया? അപ്പോൾ എന്താണ് ആൻസർ? 1 മൈ 2010. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. शिक्षा के विकास के लिए शासन का सर्वोत्तम स्वरूप कैसा हो? आंसर ऑप्शन सी प्रजातंत्र. അടുത്ത ചോദ്യം നോക്കാം. 2011 की जनसांख्यिकी के अनुसार भारत में कुल साक्षरता दर किसके लगभग है? അതായത് കുറച്ച് ജനറൽ കാര്യങ്ങൾ കൂടി നമുക്ക് അറിഞ്ഞിരിക്കണം, വിദ്യാഭ്യാസമായിട്ട് റിലേറ്റഡ് ആയ കാര്യങ്ങൾ. അപ്പോൾ 2011 ജനസംഖ്യ കണക്കനുസരിച്ച്, സെൻസസ് അനുസരിച്ച് ഭാരതത്തിൽ ടോട്ടൽ എത്ര ശതമാനത്തിൻ്റെ അടുത്ത് സാക്ഷരതയുണ്ട് എന്നുള്ളതാണ്. അപ്പം വരുന്നത് ആൻസർ ഓപ്ഷൻ എ 74%. അപ്പോൾ ഈ ഒരു കണക്ക് 2021 ജനസംഖ്യ കണക്കെടുപ്പ് വന്നാൽ മാറും. ഒരു 10 വർഷം ഇത് തന്നെയായിരിക്കും. അപ്പോൾ 2011 മുതൽ ഇപ്പോൾ 2020 ആണല്ലോ, 21 വരെ തന്നെ വരും അടുത്ത കണക്കെടുപ്പ് വരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് എടുക്കാം. അടുത്ത ചോദ്യം ഇതാണ്. शिक्षा का एक प्रतिष्ठित राष्ट्रीय कार्यक्रम SSA का ലക്ഷ്യ ഹെ അല്ലെ. SSAയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പം എന്താണ് ആൻസർ? ऑप्शन ए प्रारंभिक शिक्षा का सार्वत्रिकरण. അടുത്ത ചോദ്യം നോക്കാം. भारत में प्रथम मुक्त विश्वविद्यालय किस वर्ष में स्थापित किया गया? അപ്പോൾ എന്താണ് ആൻസർ? ഓപ്ഷൻ ബി 1982. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. मुझे एक दर्जन स्वस्थ बच्चे दो, मैं उन्हें डॉक्टर, जज, भिखारी तथा चोर भी बना सकता हूँ, ये टिप्पणी किसने की है? അല്ലേ, എനിക്ക് ഒരു ഡസൻ നല്ല ആരോഗ്യമുള്ള കുട്ടികളെ തരൂ, ഞാൻ അവരെ ഡോക്ടറോ അല്ലെങ്കിൽ ജഡ്ജിയോ അല്ലെങ്കിൽ പിച്ചക്കാരനോ അല്ലെങ്കിൽ കള്ളനോ ആക്കി തീർക്കാം അല്ലേ. ഇത് ആര് പറഞ്ഞതാണ്? ആരാ പറഞ്ഞത്? ഓപ്ഷൻ എ JB വാട്സൺ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. संवैधानिक मूल्य के रूप में समाजवाद का निहितार्थ डैश के लिए शिक्षा है? आंसर ऑप्शन बी सामाजिक समानता. അടുത്ത ചോദ്യം നോക്കാം. एक सामान्य शिक्षण उद्देश्य लिखते समय सबसे उपयुक्त कार्यवाही क्रिया होगी? ऑप्शन डी विश्लेषण करता है. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്. अधिगम के संकलक सिद्धांत का प्रतिपादकता? आंसर ऑप्शन बी
गई ने. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. किसने भारतीय लोगों के लिए समग्र शिक्षा की धारणा को प्रस्तावित किया है? आंसर ऑप्शन डी अरविंद. അടുത്ത ചോദ്യം. शिक्षा आयोग की रिपोर्ट का शीर्षक है. आंसर ऑप्शन डी शिक्षा और राष्ट्रीय विकास. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. केंद्रीय शिक्षा सलाहकार मंडल ने कब त्रिभाषा सूत्र का गठन किया? ത്രിഭാഷാ സൂത്രത്തിനെ കുറിച്ച് ചോദിക്കുന്നത്. അപ്പൊ എന്താണ് ആൻസർ? 1956. ഓപ്ഷൻ സി ആണ്. 1956 ആൻസർ. അപ്പൊ അടുത്ത ചോദ്യം. परिवार बच्चे को शिक्षा प्रदान करता है. ആൻസർ ഓപ്ഷൻ ബി അനൗപചാരിക് രൂപ സെ. അല്ലേ? അനൗപചാരിക് പറയുമ്പോൾ ഇൻഫോർമൽ അല്ലേ? ഔപചാരിക് പറയുമ്പോൾ ഫോർമലായിട്ട് അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. വൈകാരിക ബുദ്ധി കാ മുഖ്യ പ്രവർത്തക് കോൺ ഹെ? സൈക്കോളജിയാണ് അല്ലേ? ഇമോഷണൽ ഇന്റലിജൻസ് അല്ലേ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി വൈഗോട്സ്കി ആണ്. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ബുനിയാദി ശിക്ഷാ യോജന കിസ്കി പരികൽപ്പന ഹെ? അടിസ്ഥാന വിദ്യാഭ്യാസം അല്ലേ? ആരുതാണ്? നമ്മുടെ ഗാന്ധിജിയുടെ ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. ക്യാ ഇധർ കോയി ശബ്ദ് छूट गया है? ऐसा प्रश्न किस प्रकार की संशोधन प्रक्रिया में पूछा जाना चाहिए? ആൻസർ എന്തായിരുന്നു? ഓപ്ഷൻ എ സംരചനാപരക്. അടുത്ത ചോദ്യം നോക്കാം. इनमें से कौन सी गतिशीलता आधुनिकीकरण से संबंधित नहीं है? आंसर ऑप्शन डी बौद्धिक गतिशीलता. അടുത്ത ചോദ്യം. विचार विनिमय की न्यूनतम इकाई डैश है? എന്താണ് ആൻസർ? ഓപ്ഷൻ സി പ്രോക്തി. അപ്പോൾ അടുത്ത ചോദ്യത്തേക്ക് നമുക്ക് നോക്കാം. എന്താണ് അടുത്ത ചോദ്യം എന്നുള്ളത്? അടുത്ത ചോദ്യം ഇതാണ്. किसी बच्चे को अधिगम के लिए अभिप्रेरित करने की सर्वोत्तम विधि है? आंसर है ऑप्शन सी उसके आत्मगौरव व आत्मसम्मान के भाव को आकर्षित करना. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. प्लेटो ने शिक्षा पर कौन सी पुस्तक लिखी थी? आंसर ऑप्शन ए द रिपब्लिक. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. സൈക്കോളജി ആണ്. पियाजे के अनुसार संज्ञानात्मक विकास की तीसरी अवस्था है ये മൂർത്ത സംക്രിയാത്മക. ഇപ്പം പിയാഷേനെ കുറിച്ചിട്ട് അതുപോലെ ജെറോമെസ് ബ്രൂണർ അല്ലെ? നിങ്ങൾ സൈക്കോളജി പഠിച്ചതാണ്. അപ്പോൾ കേട്ടറ്റിന് ഇത് പിയാഷെ അതുപോലെ ജെറോമെസ് ബ്രൂണർ, ഈ ബ്രൂണറെ കുറിച്ചും പിയാഷെ കുറിച്ചും സ്ഥിരം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പേഴ്സൺസ് ആണ്. അപ്പോൾ അവരുടെ ആ ഒരു ഘട്ടങ്ങൾ അല്ലെ, വളർച്ചാ ഘട്ടങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഡീകോഡിംഗ് का हिंदी समानार्थी शब्द क्या है? आंसर है ഓപ്ഷൻ സി നിക്കോഡൻ. ഇനിയും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ എങ്ങനെയാണ് ഓരോ ഓപ്ഷനും കുറെ കൂടി ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ പറയണം. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലൊപ്പം നോട്ടിഫിക്കേഷൻ വീഡിയോ ഇതിൽ ആഡ് ചെയ്ത ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.